എടോ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ സാധനം പേണിക്കണം, അല്ലെങ്കിൽ അവിടത്തെ കുറേ കുറ്റവും കുറവും പറഞ്ഞ് വരുന്നതല്ല വേണ്ടത്. അതായത് അവിടെ പാർക്കിംഗ് ഇല്ല, അവിടുത്തെ സ്റ്റാഫ് എന്നെ ഭയങ്കര അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരമായില്ലായിരുന്നു. ഇത് എന്തൊരു അവസ്ഥയാണ് നടന്ന്. വേറെ ആരുമല്ല, നമ്മളെ ബ്ലോഗർ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ആ വിദ്വാനുണ്ടല്ലോ, ഇന്നലെ അമ്മമ്മയൊക്കെ കൂട്ടിയിട്ട് നേരെ ഇവിടത്തേക്ക് പോയതാണ് ലുലു മാളിലേക്ക്. അവിടെ എത്തിയപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. കാരണം എന്താ അറിയാ, ഇവനൊരു വ്ളോഗറാണ്, ഇവന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവൻ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് വ്ളോഗ് എടുത്തിട്ട് പൈസ ഉണ്ടാക്കണ്ട അങ്ങനെ ഏതോ ഒരുത്തന്നെ തോന്നി. ഓൻ അപ്പോൾ തന്നെ വന്നിട്ട് പറഞ്ഞു, ചേട്ടായിയെ ഇവിടെ നിന്ന് വ്ളോഗ് എടുക്കാൻ കഴിയത്തില്ല, ഇത് എവിടത്തെ നിയമം അങ്ങനെയാ. അപ്പോഴും എനിക്കൊരു സംശയം എന്താണെന്നറിയാം, ഇത് ഇന്ത്യയിലൊന്നും അല്ലേ, ഈ നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തല്ലേ? അല്ല, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുമായിരുന്നു, എന്താ വെച്ചാൽ സ്വകാര്യതയുടെ ഇടയിലുള്ള സ്ത്രീകളെ ഒന്നും ഫോട്ടോ എടുക്കല്ലേ. നമ്മൾ ഇവിടെ നിന്നെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ്, സ്ത്രീകളതൊന്നും എടുത്തുപോലെ, കാരണം അവരെ അനുമതിയില്ലാതെ എടുക്കാൻ പറ്റൂല എന്ന്. നമ്മളെ ലുലു മാളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആദ്യം നിർത്തേണ്ടത് സിനിമേൻ്റെ പ്രൊമോഷനും പരിപാടികളുമാണ്. അതിൻ്റെ അകത്ത് വന്നിട്ട് എന്ന് പറഞ്ഞാൽ കാണുന്ന കോപ്രായങ്ങളിൽ എല്ലാവരെയും പിടിക്കുന്നുണ്ടല്ലോ അവരവിടെ വരുന്ന ആൾക്കാരെ മുഴുവൻ പിടിക്കുന്നുണ്ടല്ലോ. എന്നാൽ അതിനൊന്നും സുരക്ഷാ പ്രശ്നങ്ങളില്ലേ? അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് മാങ്ങാത്തൊലിയാന്ന്, തക്കാളീൻ്റെ ഉള്ളിൽ നിങ്ങളെന്താ മറ്റേത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാ സുരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്? അല്ല, ഇനി തക്കാളിക്ക് പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കുക. അല്ല, അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ്. പണ്ടാരോ പറഞ്ഞാൽ ഈ പടകത്തിലെടുക്കാൻ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴും സൂര്യൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിയിരുന്നിട്ടേ സൂര്യൻ അങ്ങോട്ട് പോയിട്ട് അത് തീ പിടിച്ചിട്ട് എന്നാക്കും. അതുപോലെ എങ്ങാനും ഈ സൂര്യൻ എന്താ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കുത്തിയിരുന്നിട്ട് ഇനിയിപ്പോൾ അവിടുന്ന് തക്കാളിയോ അല്ല ഉള്ളിയോ ഇതൊക്കെ കാണിക്കുമ്പോൾ പൊട്ടിത്തെറിക്കോടോ? എനിക്കറിയില്ല കേട്ടാ. അല്ല, ലുലുക്കാർ അഹങ്കാരമൊന്നുമല്ല ഇതേട്ടാ. ലുലുവിനെയോ അല്ലെ യൂസഫ് അലീനോ ഒന്നും ഞാൻ പറയുന്നില്ല. അവനൊരു വ്ളോഗറാണ്. അവൻ്റെതായ ഒരു ഇതിൽ പോയിട്ട് അവൻ പല സ്ഥലങ്ങളിലും പോയിട്ട് അയാൾ വീഡിയോ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. പിന്നെ സുരക്ഷാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലു മാളിൽ എന്ത് മാങ്ങാത്തൊലിയാണ് അത്രമാത്രം സുരക്ഷയ്ക്ക്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ എന്ത് മാങ്ങാത്തൊലിയുള്ളത് സുരക്ഷയ്ക്ക്? അങ്ങനെ സുരക്ഷയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്നറിയാം. ആ ലുലു മാളിൻ്റെ എൻട്രൻസ് മുതൽ അങ്ങോട്ട് പിന്നെ ക്യാമറ അടുപ്പിക്കാൻ പാടില്ല. ഇതല്ലല്ലോ. ഇത് അവിടെ വരുന്ന സിനിമാ താരങ്ങളും മറ്റേവരും ഇവരെല്ലാം വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ അവിടെ എത്തിയിട്ട് കയറിയിട്ട് ഒരുത്തൻ വ്ളോഗ് ചെയ്തപ്പോൾ അവർക്ക് പ്രശ്നമായി. അതുപോലെ തന്നെ ഓനെ കൊണ്ട് സാധനങ്ങൾ ചെക്ക് ചെയ്യിക്കുക. എൻ്റെ കാറ്റാണെങ്കിലേ ഞാൻ അവൻ്റെ മോന്തൊക്കെ വിളിച്ചു തന്നെ പൊറാം എന്ന് പറഞ്ഞേനായിരുന്നു. കാരണം ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ ബില്ലെല്ലാം കൊടുത്ത് വന്ന് പറയാം എന്നോട്. ഞാൻ ചെന്തിരി ബില്ല് കൊടുക്കുന്നു. ഞാൻ ചെന്തിനെ ബില്ല് ചോദിച്ചു. അല്ല, ചെക്ക് ഇത് ഇങ്ങനെ പിടിച്ചു. ഞാൻ അവിടുന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിന്. അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിവിടെ നിർത്തിച്ച് ചോദിച്ചു. അല്ല, അത് ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങൾ എന്ത് ഡ്യൂട്ടി ആയാലും ശരി ബില്ല് ഞാൻ തരൂല പറഞ്ഞു. അറിയാം, അവസാനം എന്ന് പറഞ്ഞാൽ അയാൾ ബില്ല് അടയ്ക്കണമെന്നൊന്നുമില്ല, അയാൾ പോയിക്കോന്ന് പറഞ്ഞു. അതായത് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് നമ്മളെ പിന്നെ ബാഗും കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബില്ല് അത് ഇതാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായ? ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും പേഴ്സ് എടുത്തിട്ട് ആ ബില്ല് ഇവന് കൊടുക്കണമായിരുന്നു. ഇതെന്താ വലിയ ഇത് നമ്മളെന്താണെന്ന് നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവരുന്നുണ്ട. ചില സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവന്മാരുടെ സ്വഭാവം ഉണ്ടല്ലോ. യൂസഫ് അലി നല്ല ആളാണ്, അയാളെ നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ സ്റ്റാഫ് ഉണ്ടല്ലോ പന്നമാറാന്ന് ചില സ്റ്റാഫുകളെ. ഉള്ള കാര്യം എന്താ പറയുന്നതിന് വളരെ മോശമായ രീതിയിൽ തന്നെയാണ്. കാരണം ഒരുപാട് പേരോട് വളരെ മോശമായ രീതിയിൽ പെരുമാറാറുണ്ട്. അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യുവന്മാരുടെ ഒരു അസൂയ മാത്രമാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഈ ചങ്ങായി പോയിട്ട് ഒരു വ്ളോഗ് എടുത്തു എന്ന് വെച്ചിട്ട് അവിടെ എന്താ ഈ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ വിടല്ലേ, എന്നെ ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമോ? ഒന്നും ചെയ്യത്തില്ല. ഒരു തരം അസൂയയും ഒരു തരം ക്രിമികടിയുമില്ല കുറേ ടീമുകളുണ്ട്. അതെല്ലാ മാളിലും ഉണ്ട്, ലുലു മാളിലും മാത്രമല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എടുക്കുന്നില്ലെങ്കിൽ എടുക്കാണ്ട് തിരിച്ചു വരാം. പക്ഷെ തിരിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ പബ്ലിക്കിന് അറിയുള്ളൂ. ഇപ്പം എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ നാളെ പോയിട്ട് ലുലു മാളിൽ പോയിട്ട് ക്യാമറ ഓണാക്കിയിട്ട് അമ്മമ്മേ അപ്പാപ്പാ എന്ന് പറഞ്ഞ് നിന്നിട്ട് അവരുടെ ഓമാകാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണും കിട്ടൂലേ. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ നന്നായി. ഇനിയിപ്പോൾ പോകുമ്പോഴേ ചോദിക്കാലോ അമ്മയോട്, ഇടാ തക്കാളിക്ക് എന്തെങ്കിലും ഉണ്ടോ, പൊട്ടിത്തെറിക്കോ, നമുക്കൊരു വീഡിയോ എടുക്കാലോ എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്, വേറെ ഒന്നുമല്ല. അസൂയയും കുശുമ്പും തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഒരു വാങ്ങാത്തൊലിയില്ല. പിന്നെ യൂസഫ് അലി ഇതിൻ്റെ അകത്ത് ഇടപെടുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇടപെടാൻ പോകുന്നില്ല. അതായത് അങ്ങേര് ഇടപെടാനേ പോകുന്നില്ല. കാരണം എന്താ അറിയാ, ഇതിൻ്റെയൊക്കെ പുറകിൽ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. പുറത്തെ തക്കാളിക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയേ ഉണ്ടാവുള്ളൂ.
അവിടെ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അടിച്ചു വെച്ചിരിക്കുന്ന 20 രൂപയായിരിക്കും. അത് ഏതെങ്കിലും ഒരുത്തൻ കണ്ടു കഴിഞ്ഞാൽ അത് മതി അവരുടെ ആ ഒരു ഇത് തെച്ചും തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയുക, ഭയങ്കര ലാഭമാണ് അല്ലെങ്കിൽ ഭയങ്കര ഇതാണ് എന്നൊക്കെ കരുതിയിട്ട് നമ്മളെല്ലാവരുടെയും പോയി കയറും. അവിടെ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിടിച്ചുപറി ഉണ്ടാകും. ആ പിടിച്ചുപറി തന്നെ മറ്റുള്ളവരെ കാണണ്ട എന്ന് കരുതിയിട്ട് ഇവരൊക്കെ ചെയ്യുന്ന ഒരു 4-ാം കിട പരിപാടി മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരുടെ വിചാരം ഇവനെന്തോ ബോർഡറിലാണ് നിൽക്കുന്നതെന്നാണ്. അതായത് സെക്യൂരിറ്റിക്കാരനായാലും ശരി, വേറൊരുത്തനായാലും ശരി, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പാർക്ക് ചെയ്യുമ്പോൾ ഇവൻ്റെയൊക്കെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അന്നേരം പറയും അവരുടെ ഡ്യൂട്ടിയാണ്. ഒരു മണ്ണാങ്കട്ട ഡ്യൂട്ടി അല്ല അത്. അതായത് അവരുടെയൊക്കെ ഈ ദേഷ്യവും സങ്കടവും ഇത് തെച്ചും തീർക്കുന്നത് ആൾക്കാരുടെ മേലെയാണ്. അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു മാനം മര്യാദയായിട്ട് പറയുന്ന ഒരാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുത്തം പോലും പറയത്തില്ല. എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ പരിപാടിയായിരുന്നു. നമ്മളൊരു ATM-ൻ്റെ മുമ്പ് പോയിട്ട് നമ്മൾ പൈസ എടുത്തിട്ട് 2 മിനിറ്റേ വേണ്ടു. പക്ഷേ അവിടെ വാശിക്ക് നിർത്താൻ പെടാത്ത ചില ടീമുകളുണ്ടായിരുന്നു. കാരണം ഇവൻ്റെ വിചാരം എന്താ അറിയാം, ഇവൻ ഭയങ്കര എന്തോ ഒരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇവനാണ് ഇവിടുത്തെ ലോകം തെച്ചും ഭരിക്കുന്നവൻ. പറയിക്കുകയാണ് ചെയ്യുന്നത്. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. പല ആൾക്കാരും ഇത് മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിണ്ടാതിരിക്കരുതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണം. 2 മിനിറ്റ് കൊണ്ട് ATM-ൻ്റെ മുന്നിൽ പോയിട്ട് നമ്മളവിടെ വണ്ടി നിർത്തിയെന്ന് എഴുതിയിട്ട് ആ ATM ഇടിഞ്ഞു പൊളിഞ്ഞ് വീകാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇവനെന്തോ ഇത് കിട്ടിയപ്പോഴേ ഒരു എരേനെ കിട്ടിയ പോലെയാണ്. ചാടി ഇറങ്ങി വന്ന് ഓനെന്തോ ഒരു പോലീസാ, അല്ല വേറെ എന്താ ഈ പട്ടാളാ, ഇതെന്താ ബോർഡറായിരുന്നു, ബോർഡറിനെ കാവലിക്കുന്നില്ല, അതേപോലെയാണ് നടത്തി ഇങ്ങോട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാല് കുത്തുമെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ കുറേ എണ്ണമുണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവൻ്റെ ഒന്നും കാല് പിടിക്കാനൊന്നും പോകണ്ട, പോയിട്ട് പണിയും ടോക്കടാ തന്നെ പറയണം. ഇപ്പം ഈ ചങ്ങായി എന്താ വേണ്ട അറിയാം, അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ട് വേണം പോടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു. എൻ്റെ പൈസയും കാടാറണം. ഞാൻ അങ്ങനെയുള്ളൂ, മനസ്സിലായ. പിന്നെ വേറൊരു കാര്യം, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കെല്ലാം സാധനം വാങ്ങിക്കണമെങ്കിൽ അടുത്തുള്ള കടയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിരുന്നു. അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷേ നമ്മൾ അടുത്തുള്ള അവൻ തന്നെ ഏറ്റവും ബെസ്റ്റായിരുന്നു. പിന്നെ നമ്മൾക്ക് എന്താണെന്ന് അറിയാം, നമ്മൾ ഉള്ളിക്ക് 10 റുപ്യ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി ഓടും അവിടത്തേക്ക്. അവിടെ എത്തിയിട്ട് നമ്മൾ നോക്കുമ്പോഴേക്ക് ഉള്ളിക്ക് 10 റുപ്യ ഉള്ളൂ, പക്ഷേ തക്കാളിക്ക് ഇവൻ്റെ എടുക്കാന്ന് പറഞ്ഞാൽ 5 റുപ്യ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ 25 ആയിരുന്നു. അത് നമ്മളാരും കാണൂല. നമ്മൾ ഓഫറുള്ള സാധനത്തിനല്ലേ പോകുന്നത്. ഓഫർ ഇല്ലാത്ത സാധനത്തിൽ 5 കൂട്ടിയിട്ടാണ് ഇനി ഓഫർ കൊടുക്കുന്നതെന്ന് ഒരാളും പറയില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അതായത് ഇതിനിടയ്ക്ക് എന്നോട് പറഞ്ഞ പോലെയായിരുന്നു 3 കിലോ ഉള്ളിക്ക് 100 റുപ്യാണ്, 1 കിലോന് 20 റുപ്യ ഉള്ളൂ. അതെങ്ങനെയാ 3 കിലോന് 100 രൂപ എനിക്കറിയില്ല. അവനോട് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അവന് മനസ്സിലാകുന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മണ്ടന്മാരാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ അറിയുക, ഇവൻ്റെയൊക്കെ കടയിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വരാം, വാങ്ങിക്കരുത്. അതാ വേണ്ടത്. ഇത്രത്തോളം അഹങ്കാരം പിടിച്ചവന്മാരാണെങ്കിൽ, അതായത് ഒരുത്തൻ പോയിട്ട് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാക്കുന്നുണ്ടെങ്കിൽ അവനൊക്കെ എന്ന് പറഞ്ഞാൽ അഹങ്കാരിയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങേര് വന്നിട്ട് അതിൻ്റെ ഓണർ ഉണ്ടല്ലോ യൂസഫ് അലി, അങ്ങേര് ശരിക്കും വന്ന് പറയാവേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങേര് വാൺ ചെയ്യണം. ഇല്ലെങ്കിൽ അങ്ങേര് ആ മാനേജർ ഒഴിവാക്കണം. കൊച്ചിയിൽ ലുലുമാളില നടന്നിരിക്കുന്ന പറഞ്ഞു കേട്ടാ, അതിൻ്റെ മാനേജർ ഒഴിവാക്കുക വേണ്ടത്. ഇമാതിരി തോന്നിയവാസം കാണിക്കരുത് ആരെടുത്തായാലും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ വാപ്പ ഞാൻ നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട്. നമ്മളവനോട് എല്ലാ സ്ഥലത്തും പോയി വീഡിയോ എടുക്കണം അതൊന്നല്ല പറയുന്നോ, അവൻ്റെ പണിയല്ലേ അവൻ ചെയ്യുന്നത്. അവനെടുക്കുന്നെടുത്തോട്ടെ. അതുമാത്രമല്ല, അവിടെ എത്ര ആൾക്കാർ എത്ര വീഡിയോസ് ഉണ്ട് നിങ്ങൾ നോക്കണമായിരുന്നു. ലുലുമാളിൻ്റെ ഉള്ളിലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരത് എല്ലാവരും അങ്ങനെയെങ്കിൽ ഇതാക്കണ്ടേ. അപ്പോൾ ചില ആൾക്കാർക്ക് എടുക്കാം, ചില ആൾക്കാർക്ക് എടുത്തുകൂടാ. അതെന്തൊരു നിയമമാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഇങ്ങനെ ഭയന്ന് പറിച്ച് ജീവിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, വിദേശത്ത് പോയിട്ട് നിങ്ങളൊരു ലുലുവിൽ പോയിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറയുന്നൊരു കാര്യം മറ്റുള്ളവരെ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, അത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ, പക്ഷേ ഇങ്ങനെ മറ്റുള്ളവൻ്റെ മുഖമോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അത് നോക്കിയാൽ മതി. നന്ദി, നമസ്കാരം, ബൈ.